നിങ്ങൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സെക്കൻഡ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ഇന്ന് ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിലെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ, സെക്കൻഡ് ട്രാൻസ്ഫർ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൽ വേറെ ജില്ലയിലേക്കുള്ള അപ്ലിക്കേഷൻ സാധ്യമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് സെക്കൻഡ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ടും പ്ലസ് 1 ക്ലാസ്സുകൾക്കായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വേക്കൻസി ജില്ലാന്തർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ജൂലൈ 30, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. അതായത് ലിസ്റ്റ്, അതായത് ഓരോ സ്കൂളിലും ഫ്രീ ഉള്ള സീറ്റുകളുടെ ലിസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് 1ാം ഓപ്ഷനിലാണ് പ്രവേശനം നേടിയതെങ്കിലും അത് ശ്രദ്ധിച്ചു വെക്കണേ. നിങ്ങൾ മെറിറ്റ് കോട്ടയിലാണോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലാണോ നിങ്ങൾ എന്ത് ചെയ്തത്, പ്രവേശനം നേടിയത് എങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് കൊടുത്ത സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സീറ്റിൻ്റെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇന്ന് 2 മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അധിക സീറ്റ് സൃഷ്ടിച്ച് പ്രവേശനം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ സാധിക്കില്ല കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങി മറ്റൊരു ജില്ലയിൽ പോയവർക്ക് നിങ്ങൾ ആദ്യം TC വാങ്ങിയ സ്കൂളുള്ള ജില്ലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ ജോയിൻ ചെയ്ത് അവിടുന്ന് TC വാങ്ങി വേറെ ജില്ലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്ത സ്കൂളുള്ള ജില്ലയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപേക്ഷ സമർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജില്ലയ്ക്കകത്തോ മറ്റ് ജില്ലയിലേക്കുള്ള സ്കൂൾ മാറ്റത്തിനോ, അതായത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്കൂൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലേക്കോ മലപ്പുറം ജില്ലയിലേക്കോ കണ്ണൂർ ജില്ലയിലേക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, HSCAPൻ്റെ സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപ്ലൈ ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ 2024 ജൂലൈ 30 ഉച്ചയ്ക്ക് 3 മണി മുതൽ 2024 ജൂലൈ 31 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ നാളെ വൈകിട്ട് 4 മണി വരെ, അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ ബുധനാഴ്ച വൈകിട്ട് 4 മണി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, HSCAP കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 മണി മുതൽ എന്ത് ചെയ്യും, സൈറ്റിൽ ഓരോ ജില്ലയിലും ഓരോ സ്കൂളും ഒഴിവുള്ള സീറ്റുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം 3 മണി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ നാളെ, അതായത് ബുധനാഴ്ച ജൂലൈ 31 ബുധനാഴ്ച വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഇനി വിദ്യാർത്ഥികൾക്ക് പ്രവേശന സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിൽ അതേ കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിൽ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അപേക്ഷ നൽകാം. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കിപ്പോൾ സയൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ സ്കൂളിലെ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ജില്ലയിലെ സ്കൂളിലെ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് സയൻസിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നിലധികം സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകൾക്കും മാറ്റത്തിനായിട്ട് ഓപ്ഷൻ നൽകുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാ, നിങ്ങൾക്ക് ഏറ്റവും ട്രാൻസ്ഫർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം പഠിക്കാൻ ആഗ്രഹമുള്ള സ്കൂളാവണം എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത സ്കൂൾ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് ഏത് സ്കൂൾ ഏത് കോഴ്സാണോ പഠിക്കാൻ ആഗ്രഹം അതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ഏത് കോഴ്സിൽ ഏത് സ്കൂളാണോ അതാവണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കണം. നിങ്ങൾക്ക് 3-4 സ്കൂൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പരിഗണിക്കും, പിന്നെ അടുത്താണ് പരിഗണിക്കുക ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഏത് സ്കൂളിലാണ് ജോയിൻ ചെയ്യേണ്ടത് അത് തന്നെ ഫസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ട്രാൻസ്ഫർ കൊടുത്തിട്ട് സ്കൂൾ മാറ്റം ലഭിച്ചാൽ നിർബന്ധമായി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു സ്കൂളിൽ ചേർന്നിരിക്കണം. അപ്പോൾ നോക്കി കണ്ടിട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫറിന് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ പോയി ട്രാൻസ്ഫർ കൊടുക്കരുത്. ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിലെ ആ ഒരു കോഴ്സിന് ചേർന്നിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓപ്ഷനെ നൽകുന്ന സ്കൂൾ കോഡ്, കോഴ്സ് കോഡ് എന്നിവയിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കോഡൊക്കെ മാറിപ്പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്കൂൾ തന്നെ മാറിപ്പോയി വേറെ ഏതെങ്കിലും സ്കൂളൊക്കെ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കൂളിൻ്റെ കോഡ്, നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സിൻ്റെ കോഡ് എല്ലാം ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഓപ്ഷനുകൾ ചേർക്കാനുള്ള ബോക്സിൽ വിദ്യാർത്ഥിമാരുടെ നിർദ്ദേശിച്ച സ്കൂളുകളും കോമ്പിനേഷനുകളും മുൻഗണനാക്രമത്തിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ, ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ട സ്കൂൾ ആദ്യം കൊടുക്കുക, അടുത്ത സ്കൂൾ പിന്നെ കൊടുക്കുക, അങ്ങനെ
നോക്കിയും കണ്ടും കറക്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ കോഴ്സിലേക്കോ വേറെ സ്കൂളിലേക്കോ വേറെ ജില്ലയിലേക്കൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബുധനാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് സമയം. വേറെ ജില്ലയിലേക്ക് വേറെ സ്കൂളിൽ വേറെ കോമ്പിനേഷൻ, നിങ്ങൾ സയൻസ് ആണെങ്കിൽ കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ കൊമേഴ്സിലേക്കും സയൻസിലേക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ അതായത് മെയിൻ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു ജോയിൻ ചെയ്ത ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ട്രാൻസ്ഫർ ഒരു സ്കൂൾ കൊടുത്ത് ആ സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഓക്കെ, ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാനൽ തരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം സെക്കൻഡ് ട്രാൻസ്ഫർ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ തന്നെ കിട്ടട്ടെ. വീണ്ടും കാണാം. അതിലേക്കും ബൈ.